ഹലോ വെൽക്കം ടു മൈ ചാനൽ കെമിസ്ട്രിക്കാരൻ. ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഡി ആൻഡ് എഫ് ബ്ലോക്ക് ഇൻ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഏറ്റവും കോൺസെപ്റ്റ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക്. അതിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് പറയാം. ഇതിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് പഠിക്കാൻ വേണ്ടിയുള്ള 3 സ്റ്റെപ്പുകൾ ഓഫ് ബോ പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾക്കായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളത് കാണണം. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ സപ്പോർട്ടുകളും ഉണ്ടായിരിക്കണം. എല്ലാ സപ്പോർട്ടുകളും പ്രതീക്ഷയുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോകാം. ഇപ്പം നമ്മളിവിടെ ഡി ആൻഡ് എഫ് ബ്ലോക്കിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ എന്താ പറയുക, നമ്മളുടെ സ്കാൻഡിയം അല്ലേ, ആദ്യത്തെ ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ് സ്കാൻഡിയം. അറ്റോമിക് നമ്പർ 21 ആണ്. ഇതിൻ്റെ കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി നമുക്ക് ഓഫ് ബോ പ്രിൻസിപ്പിൾ അറിയാം. അതുകൂടാതെ ഞാൻ നിങ്ങളെ ഒരു ഷോർട്ട് കട്ടും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് 1s2, 2s2, 2p6, 3s2, 3p6, പക്ഷെ 3d അല്ല, ഇനി ഏതാ 4s2 ആൻഡ് 3d1. സോ ദിസ് ഈസ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സ്കാൻഡിയം. സോ ഇത് സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഇതിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പോൾ 1s എന്ന് പറയുന്ന സബ്ഷെല്ലിൻ്റെ അകത്ത് 2 ഇലക്ട്രോണിനെ കൊടുത്തു. 2s എന്ന് പറയുന്ന സബ്ഷെല്ലിലും 2 ഇലക്ട്രോണിനെ കൊടുത്തു. 2pയിൽ സബ്ഷെല്ലിൽ 3 ഓർബിറ്റൽസ് ഉണ്ട്. ഓരോ സ്ഥലത്ത് ഓരോന്നിനെ കൊടുത്തതിന് ശേഷം പെയർ ചെയ്ത് മൊത്തം 6 ഇലക്ട്രോണിനെ കൊടുത്തു. ഈ ഇലക്ട്രോണിനെ കൊടുക്കാനൊക്കെ നിങ്ങൾ ഉപയോഗിച്ച റൂൾ ഏതാ? ഓഫ് ബോ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഈ എഴുതിയിരിക്കുന്നത്. ഹൺസ് റൂൾ അനുസരിച്ചാണ് നിങ്ങൾ പെയറിങ് 4ാമത്തെ ഇലക്ട്രോണിന് കൊടുത്തത്. അതുപോലെ ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്താൻ കാരണം പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളാണ്. അങ്ങനെയാണെങ്കിൽ ഓഫ് ബോ പ്രിൻസിപ്പിളും പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റിയും ഒബേ ചെയ്തുകൊണ്ട് വേരിയസ് അറ്റോമിക് ഓർബിറ്റലുകളിൽ ഇലക്ട്രോണിനെ നിറയ്ക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ ദിസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ വേരിയസ് അറ്റോമിക് ഓർബിറ്റൽസ് അക്കോർഡിംഗ് ടു എ സെറ്റ് ഓഫ് റൂൾസ് നോൺ ആസ് ഓഫ് ബോ പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. സോ ദിസ് ഈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ നമ്മൾ സ്കാൻഡിയം നോക്കിയാൽ സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഇവിടം വരെയുള്ള ഇതെന്ന് പറയുന്നത് 18 ഇലക്ട്രോൺസ് ആണ്. 18 എന്ന് പറയുന്നത് ഒരു നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ്. ഏത് എലമെന്റ് ആണ്? ആർഗൺ. അങ്ങനെയാണെങ്കിൽ ഇത്രയും നമ്മളുടെ നോബിൾ ഗ്യാസ് സ്കോർ ആണെങ്കിൽ ഇതാണ് എന്ത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സ്കാൻഡിയം ഇൻ ദി ഔട്ടർ മോസ്റ്റ്. പക്ഷെ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരും. 4ാമത്തെ ഷെല്ലും ഉണ്ട്, 3ാമത്തെ ഷെല്ലും ഉണ്ട്. 4ാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എസിൽ 2 കൊടുത്തിട്ടാണ് 3ാമത്തെ ഷെല്ലിലെ 3ഡിയിലെ ലാസ്റ്റ് ഇലക്ട്രോൺ ഇരിക്കുന്നത്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ 18 ഇലക്ട്രോൺസ് എന്നുള്ളത് മൊത്തം നിങ്ങളുടെ ആർഗൺ ആയതുകൊണ്ട് ബാക്കിയുള്ളതാണ് വാലൻസ് കോൺഫിഗറേഷൻ. അപ്പം ഞാനിതിനെ ആർഗൺ അല്ലേ, മൊത്തം 18 ഇലക്ട്രോൺ ആർഗണിൻ്റെ ആണ്. ബാക്കിയുള്ളത് 4s2 ആൻഡ് 3d1. 4s2, 3d1. ഇനി നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇത് സ്കാൻഡിയം എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് എലമെന്റ് ആണോ ഡി ബ്ലോക്ക് എലമെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു സംശയം കൂടാതെ പറയും. കാരണം ഈ വീഡിയോയുടെ ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു സ്കാൻഡിയം എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് എലമെന്റാണ്. പക്ഷേ ഒരു എലമെന്റിന്റെ ബ്ലോക്ക് തീരുമാനിക്കുന്നത് അയാളുടെ അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിൽ വീണു നോക്കിയിട്ടാണ്. ഇപ്പം ലിത്തിയം എന്ന് പറയുന്നതിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. കോൺഫിഗറേഷൻ 1s2, 2s1 ആണ്. ഏത് സബ്ഷെൽ അവസാനത്തെ ഇലക്ട്രോൺ ഇതാണ് അല്ലെ. 1s2 എന്നുള്ളത് ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ കോൺഫിഗറേഷൻ ആണ്. ഇത് ഇന്നർ മോസ്റ്റ് ആണ്, ഇത് ഔട്ടർ മോസ്റ്റ്. അവസാനത്തെ ഇലക്ട്രോൺ എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രോണാണ്. ഇയാളിരിക്കുന്ന എസ് സബ്ഷെൽ. ദെയർഫോർ ലിത്തിയം ഈസ് ആൻ എസ് ബ്ലോക്ക് എലമെന്റ്. അതുപോലെ ബോറോൺ അറ്റോമിക് നമ്പർ 5, കോൺഫിഗറേഷൻ 1s2, 2s2 ആൻഡ് 2p1. ഇത് ഫസ്റ്റ് ഷെല്ല്, ഇത് രണ്ടും സെക്കൻഡ് ഷെല്ല്. ഇത് ഹീലിയത്തിൻ്റെ ആണ് അല്ല, ഇന്നർ മോസ്റ്റ്, ഇത് ഔട്ടർ മോസ്റ്റ്. ഔട്ടർ മോസ്റ്റിൽ മൊത്തം 3 ഇലക്ട്രോൺ ഉണ്ട്. 2 ഇലക്ട്രോൺ ഇരിക്കുന്ന എസിലും അവസാനത്തെ ഇലക്ട്രോൺ ഇരിക്കുന്ന പിയിലാണ്. ദെയർഫോർ ബോറോൺ ഈസ് എ പി ബ്ലോക്ക് എലമെന്റ്. അതുപോലെ അവസാനത്തെ ഇലക്ട്രോൺ ഇരിക്കുന്ന സ്ഥലം എവിടെയാണോ അത് നോക്കിയിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ബ്ലോക്ക് തീരുമാനിക്കുന്നത്. സ്കാൻഡിയത്തിന്റെ അവസാനത്തെ ഇലക്ട്രോൺ എവിടെയാണ്? 4sലാണോ 3dയിലാണോ? 3d അകത്തും 4s പുറത്തുമാണ്. എവിടെ ഇരിക്കുന്നത്? ഉറപ്പാണ് 3d ആണ്, പക്ഷേ 4s ആണ് വെളിയിൽ. ഇപ്പം ഞാൻ ചുമ്മാ ഒരു റെപ്രസെൻറ്റേഷൻ എഴുതുവാണേ. ഇത് സ്കാൻഡിയത്തിൻ്റെ ന്യൂക്ലിയസ്, ഇത് 4s, ഇത് 3d. അങ്ങനെയാണോ? അല്ല, തെറ്റ്. ഇത് സ്കാൻഡിയത്തിൻ്റെ ന്യൂക്ലിയസ്. കുറേ കഴിയുമ്പം ഇവിടെ 3d, പിന്നെ ഇവിടെ 4s ആണ്. പക്ഷേ നിങ്ങളുടെ കയ്യിലിപ്പം ഇവിടം വരെ ഇലക്ട്രോണിനെ കൊടുത്തപ്പോൾ 18 ഇലക്ട്രോൺ തീർന്നു. ഇനി നിങ്ങളുടെ കയ്യിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. അതെനിക്ക് ഇവിടെ 3 3d3 എന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ. പക്ഷെ അത് റോങ് ആണ്. കാരണം 3ഡിയേക്കാൾ എനർജി കുറവ് 4sനാണെന്ന് ഓഫ് ബോ പ്രിൻസിപ്പിളിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഫിഗറേഷൻ എന്ത് എഴുതണം? 3d ആണ്, 4s ഉണ്ട്,
3 ആദ്യം ഇവിടെ ചെന്ന് 2 നിറയ്ക്കും, കാരണം ഇവിടെ 2 കൊള്ളുള്ളൂ. പിന്നെ 1 മിച്ചമുണ്ട്, ആ 1 3Dയിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ കോൺഫിഗറേഷൻ 3D1 4:2. നമ്മൾ എഴുതുമ്പം 4:2 3D1 എഴുതാൻ കാരണം ഇത് എനർജി അനുസരിച്ച് എഴുതിയേക്കുന്ന, പക്ഷെ ശരിക്കും പൊസിഷൻ എങ്ങനെയാണ്? 3Dക്ക് ശേഷം മാത്രമാണ് 4s എന്ന് വിചാരിച്ച് അവസാനത്തെ ഇലക്ട്രോൺ 4sലാണോ ഇരിക്കുന്നത്? അല്ല, അവസാനത്തെ ഇലക്ട്രോൺ ഇരിക്കുന്ന 4sലല്ല. ഇത് ഫില്ല് ചെയ്ത് മിച്ചം വന്ന ഇലക്ട്രോൺ ഇരിക്കുന്നത് 3Dയിലാണ്. ഇതാണ് ലാസ്റ്റ് ഇലക്ട്രോൺ. അതുകൊണ്ട് പറഞ്ഞ് സ്കാൻഡിയത്തിന്റെ അവസാനത്തെ ഇലക്ട്രോൺ ഇരിക്കുന്നത് Dയിലായതുകൊണ്ട് സ്കാൻഡിയം ഈസ് എ ഡി ബ്ലോക്ക് എലമെന്റ്. പക്ഷേ നിങ്ങൾ ഇപ്പം ഇവിടുന്ന് നടന്നു വരുവാണ്, സ്കാൻഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എടുക്കാൻ വേണ്ടി നടന്നു വരുന്നു. അങ്ങനെ നടന്നു വരുമ്പം ആദ്യം കാണുന്ന ഇലക്ട്രോൺ ഏതാ? 4sലിരിക്കുന്ന ഇലക്ട്രോണ്. പക്ഷേ അവസാനത്തെ ഇലക്ട്രോൺ ഏതാ? 3D ആണ്. 3D അവസാനത്തെ ഇലക്ട്രോൺ ആയതുകൊണ്ടാണ് ഇത് ഡി ബ്ലോക്ക് ആയത്. പക്ഷെ നിങ്ങൾ വരുമ്പം ആദ്യം കാണുന്ന 4s. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എടുക്കാൻ പറ്റുന്ന ഇലക്ട്രോൺ ഏതാ? 4s ഇലക്ട്രോൺ. നിങ്ങൾ 4s ഇലക്ട്രോണിന് എടുത്തതിന് ശേഷം മാത്രമേ 3Dയിലോട്ട് വരാൻ പറ്റുള്ളൂ, കാരണം 4s ആണ് പുറമേ ഇരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയുവാണ്, ഇതിൽ അവസാനത്തെ ഇലക്ട്രോൺ ഇരിക്കുന്ന 4sലാണോ 3Dയിലാണോ? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഇൻ 3D. ദെയർഫോർ സ്കാൻഡിയം ഈസ് ഡി ബ്ലോക്ക് എലമെന്റ്. പക്ഷേ ആദ്യം ഇറങ്ങിപ്പോകുന്ന ഇലക്ട്രോൺ ഏതാ? അത് 4s നിന്നാണ്, കാരണം 4s 3Dയേക്കാളും പുറമെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ 4s എടുക്കണം, 3D എടുക്കണം, രണ്ടും എടുത്തേ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ജനറലി എന്ന് പറഞ്ഞേ, ഇതിൽ ഏതാണ് പ്രിൻസിപ്പൽ കോണന്റ് നമ്പറിന്റെ വാല്യൂ ഹയസ്റ്റ്? 4. അപ്പം ഞാൻ ഇതിനെ NS2 എന്ന് എഴുതി. അപ്പോൾ ഇത് n-നേക്കാൾ 1 കുറവല്ലേ? സോ ദിസ് ഇസ് n-1 D1 എഴുതാം. അപ്പോൾ സ്കാൻഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ പറ, NS2 n-1 D1. അങ്ങനെയാണെങ്കിൽ ഏത് ഡി ബ്ലോക്ക് എലമെന്റിന്റെയും ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2 n-1 D അല്ലേ? ഡിയിൽ എത്ര തൊട്ട് ഇലക്ട്രോൺ കൊള്ളും? 1 മുതൽ 10 വരെയുള്ള ഇലക്ട്രോൺ കൊള്ളും. ഇതാണ് നമ്മളെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതാണെന്നായിരുന്നു നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇതിന് ചെറിയ എക്സെപ്ഷൻസ് ഉണ്ട്, അത് നമ്മൾ പിന്നെ പറയും. ഇപ്പോൾ ഓർത്ത് വയ്ക്കണം, ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എനി ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത് NS2 n-1 D1 to 10. കാരണം ഡിയിൽ 10 ഇലക്ട്രോൺ ഉൾക്കൊള്ളാം. സ്കാൻഡിയത്തിൽ 1 ഇലക്ട്രോണായി. ടൈറ്റാനിയം വരുമ്പം അറ്റോമിക് നമ്പർ 22 ആണ്. അപ്പോൾ 1 ഇലക്ട്രോൺ എക്സ്ട്രാ വരും. ഇവിടെ വെക്കാൻ സ്ഥലമുണ്ട്. ഇവിടെ ഇനി 9 ഇലക്ട്രോണോടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ 3D2 4s2 3D2. അത് വനേഡിയം 4s2 3D1 4s2 3D3 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ എവിടം വരെ ഫില്ല് ചെയ്യും? 3D10 സിങ്ക് വരെ ഫില്ല് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ജനറൽ കോൺഫിഗറേഷൻ NS2 n-1 D1 to 10 എഴുതാം. ഇതാണ് ജനറൽ കോൺഫിഗറേഷൻ. ഇതിൽ ഔട്ടർ മോസ്റ്റ് ഏതാ? N അല്ലേ? N റെപ്രസെൻറ്റ്സ് ഔട്ടർ മോസ്റ്റ്. എന്നിനെ വിളിക്കുന്ന പേര് ഔട്ടർ മോസ്റ്റ് എന്നാണെങ്കിൽ n-1 വിളിക്കുന്ന പേര് പെനൾട്ടിമേറ്റ്. അങ്ങനെയാണെങ്കിൽ n-2 പേരെന്നാ? ആൻറ്റി പെനൾട്ടിമേറ്റ്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പറ, N എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ആണ്, n-1 എന്ന് പറയുന്നത് പെനൾട്ടിമേറ്റ് ആണ്, n-2 എന്ന് പറയുന്നത് ആൻറ്റി പെനൾട്ടിമേറ്റ് ആണ്. ഇതാണ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പക്ഷേ നിങ്ങളുടെ ഈ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. അങ്ങനെ എക്സെപ്ഷൻ വരാൻ ഒരു കാരണമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പം നിങ്ങളുടെ എന്താ പറയുക, ഇത് സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21 ആണ്. കോൺഫിഗറേഷൻ പറഞ്ഞ് 4s2 3D1. ടൈറ്റാനിയം 22 4s2 3D2. വനേഡിയം 23 4s2 3D3. ക്രോമിയം 24 4s2 3D4. നോക്കിയോണേ, ക്രോമിയം അറ്റോമിക് നമ്പർ 24 4s2 3D4. ഇതാണ് കോൺഫിഗറേഷൻ വരേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്രോമിയം ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നിങ്ങൾക്കറിയാം 4s1 3D5 ആണ്. ഇത് 4s1 3D5 ആണ്, കാരണം ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇപ്പുറത്തേക്ക് ജമ്പ് ചെയ്യും. അങ്ങനെ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരിക്കലും നമ്മളുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ജനറൽ ഫോമിൽ വരില്ല. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താ? NSൽ എപ്പോഴും 2 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, പക്ഷെ ഇവിടെ NSൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് ഇതുമായിട്ട് മാച്ച് ആവാത്ത കോൺഫിഗറേഷനാണ് ക്രോമിയം. അങ്ങനത്തെ എത്ര എക്സാമ്പിൾസ് നിങ്ങൾക്കറിയാം? 2 ജനറലി അറിയാം. ഒന്ന് ക്രോമിയവും ഒന്ന് കോപ്പറും. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഡി ബ്ലോക്കിൽ മൊത്തം 40 എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ 12 എലമെൻറ്റുകളും എക്സെപ്ഷൻസ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന 2 ക്രോമിയവും കോപ്പറും. പക്ഷെ മൊത്തം 12 പേർക്ക് എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. അതിനൊരു കാരണം അവർ പറയുന്നത്, ഇപ്പോൾ ക്രോമിയത്തിൻ്റെ 4sൽ നിന്ന് 1 ഇലക്ട്രോൺ 3Dയിലോട്ട് ചാടി, അതായത് NSൽ നിന്ന് n-1ലേക്ക് ചാടി. അങ്ങനെ ചാടണമെങ്കിൽ 4sൻ്റെയും 3Dയുടെയും എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലായിരിക്കണോ ഒരുപാട് കുറവായിരിക്കണോ?
ഓഫ് കോഴ്സ് ഒരുപാട് കുറവായിരിക്കണം. കാരണം ഈ രണ്ട് പേരുടെ എനർജി ഇപ്പം അതെ ഇത് 4s ഇത് 3D ആണെങ്കിൽ ഇവരുടെ എനർജി ഡിഫറൻസ് ഭയങ്കര കുറവാണ്. ഇത് ഈ ചെറിയൊരു ഗ്യാപ്പാണ് എനർജി ഡിഫറൻസ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോണിന് തൊട്ടിപ്പുറത്തേക്ക് ചാടാൻ പറ്റും. അതുകൊണ്ടാണ് ക്രോമിയത്തിന് ഇങ്ങനെ സംഭവിച്ചത്. ക്രോമിയത്തിൻ്റെ തൊട്ട് താഴെയുള്ള എലമെൻ്റാണ് മോളിബ്ഡിനം. അതിനും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. മോളിബ്ഡിനത്തിൻ്റെ തൊട്ട് താഴെയുള്ള എലമെൻ്റാണ് ടങ്സ്റ്റൺ. പക്ഷേ ഇതിന് അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പം നിങ്ങൾ എന്ത് കാരണം പറയണം? അയാളുടെ NSൻ്റെയും N-1Dയുടെയും ഇടയിലുള്ള എനർജി ഗ്യാപ്പ് കൂടുതലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത്രയും കൂടുതൽ എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഒരുപാട് എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട് ഡി ബ്ലോക്കിൽ. അതിന് കാരണമായിട്ട് പറയുന്നത് സ്മോൾ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ NS ആൻഡ് N-1D സബ്ഷെൽസ്. അതായത് ഏറ്റവും കൂടുതൽ എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണപ്പെടുന്ന ബ്ലോക്കാണ് ഡി ബ്ലോക്ക്. അതിൽ ഇത്രയും കൂടുതൽ എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് കാരണം ചെറിയ എനർജി ഡിഫറൻസ് ആണ്. ആർക്കിടയ്ക്കുള്ളത്? NSൻ്റെയും N-1D സബ്ഷെല്ലിൻ്റെയും ഇടയ്ക്കുള്ള എനർജി ഡിഫറൻസ് കുറവായതുകൊണ്ടാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഇത്രയും എക്സെപ്ഷൻസ് വരുന്നത്. അപ്പോൾ ഓർത്തോണം, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 N-1 D1 to 10 ആണ്. പക്ഷെ ഇതിനൊരു എക്സെപ്ഷൻ കിട്ടി. ഏതാ? ക്രോമിയം. ഇനി ഒരു എക്സെപ്ഷൻ ഉണ്ട് കോപ്പർ. അതുപോലത്തെ എത്ര എക്സെപ്ഷൻസ് ഉണ്ട്? 12. അത്രയും എക്സെപ്ഷൻ ഉള്ളതുകൊണ്ട് ഇതിനെ ഒരിക്കലും നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ റീറൈറ്റ് ചെയ്ത് എഴുതാൻ പോവാം. അപ്പോൾ റീറൈറ്റ് ചെയ്ത് എഴുതാം. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. റീറൈറ്റ് ചെയ്ത് എഴുതുന്നതിന് മുമ്പ് നമ്മളുടെ ഡിയിൽ, അതായത് പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന ബ്ലോക്കാണ് എസ് ബ്ലോക്ക് അല്ലെ, 2 ഗ്രൂപ്പ് വഴി കിടക്കുന്ന എസ് ബ്ലോക്ക്. ഇവിടെ കിടക്കുന്ന ബ്ലോക്കാണ് ഡി ബ്ലോക്ക്. ഇവിടെ ഉള്ളത് പി ബ്ലോക്ക്. ഇവിടെ ഒരാളുണ്ട് ഹീലിയം, ഹൈഡ്രജൻ സംവെയർ എൽസ് ഹിയർ, ഹൈഡ്രജൻ. സോ ഇത് എസ് ബ്ലോക്ക്, ഇത് പി ബ്ലോക്ക്, ഇത് ഡി ബ്ലോക്ക്. ഇനി ഇതിൻ്റെ താഴെ നമ്മൾ എഫ് ബ്ലോക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട് 2 സീരീസ്. പക്ഷേ ഇവിടെയല്ല എഫ് ബ്ലോക്കിൻ്റെ പൊസിഷൻ. എഫ് ബ്ലോക്കിൻ്റെ പൊസിഷൻ പീരിയോഡിക് ടേബിളിൻ്റെ പുറകിലാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരിക്കലും ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കരുത്. ഇവരിയ്ക്കുന്നത് ഇവിടെ 2 എലമെൻറ്റുകളുണ്ട്. ആ എലമെൻറ്റുകളുടെ ബാക്ക് സൈഡിൽ പുറകോട്ട് പരേഡിന് നിൽക്കുന്ന പോലെയാണ് ഈ എലമെൻറ്റ്സിനെ പ്ലേസ് ചെയ്തേക്കുന്നത്. ഒരിക്കലും താഴെയല്ല. അത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോണം. അത് നമ്മൾ എഫ് ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. ഇവിടെ ഇപ്പം എസ്സിൽ ഞാൻ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചു. പിയിൽ നിങ്ങൾക്കറിയാം 6 ഗ്രൂപ്പായിട്ട് തിരിക്കും. ഡിയിൽ 10 ഗ്രൂപ്പായിട്ട് തിരിക്കും. എഫിൽ 14 ഗ്രൂപ്പായിട്ട് തിരിക്കും. അങ്ങനെ ഓരോ ബ്ലോക്കിനെ ഇത്ര എണ്ണമായിട്ട് തിരിക്കാൻ കാരണം എന്നാ? വൈ എസ് ബ്ലോക്ക് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 ഗ്രൂപ്പ് because S can accommodate maximum 2 electrons. P block is divided into 6 group because P can accommodate maximum 6 electron. D 10 electron, F 14 electron. So number of electrons accommodate ചെയ്യുന്ന എത്രയാണോ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് സബ്ഷെല്ലുകളെ അല്ലെങ്കിൽ ബ്ലോക്കുകളെ ഇത്ര ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡിയിൽ എത്ര ഗ്രൂപ്പുകളുണ്ട്? 10 ഗ്രൂപ്പ്. ഇതിൽ എസ് ബ്ലോക്കിൽ ആദ്യത്തെ ഗ്രൂപ്പ് നമ്പർ 1, ഇത് ഗ്രൂപ്പ് നമ്പർ 2. അപ്പോൾ ഇതെത്രയാ? ഗ്രൂപ്പ് നമ്പർ 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അതായത് ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെയുള്ള ആളുകളാണ് ഡി ബ്ലോക്ക്. ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെയുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് ഡി ബ്ലോക്ക്. ഒന്നുകൂടെ പറഞ്ഞ്, ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെയുള്ള ആളുകളാണ് ഡി ബ്ലോക്ക്. 13 മുതൽ 18 വരെ 6 ഗ്രൂപ്പ്, അവരാണ് എഫ് ബ്ലോക്ക്. 1 മുതൽ 2 വരെയുള്ള ആളുകളാണ് എസ് ബ്ലോക്ക്. ഇനി എഫിൻ്റെ ഗ്രൂപ്പ് നമ്പർ നമ്മൾ എഫ് ഡിസ്കസ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. കാരണം എഫിൻ്റെ പൊസിഷൻ ഇവിടെയല്ല, അത് ഇതിനുള്ളിലാണ്. ഇനി നമ്മൾ ബാക്കിയുള്ള ബ്ലോക്കുകളെ വിട്ടു. ഇതിൽ ഡി ബ്ലോക്കിനെ നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കാറുണ്ട്, ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അങ്ങനെ വിളിക്കാൻ കാരണം എസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മെറ്റാലിക്കാണ്. പി എന്ന് പറയുന്നത് മെറ്റാലിക്കും നോൺ മെറ്റാലിക്കും സംടൈംസ് ഇറ്റ് ഈസ് മെറ്റലോയിഡ് ക്യാരക്ടറും ഉണ്ട്. അപ്പം മെറ്റാലിക് ക്യാരക്ടർ ഇവിടുന്ന് ഇങ്ങോട്ട് കുറയുവാണ്. അപ്പം മെറ്റാലിക് ക്യാരക്ടറുള്ള എസ് ബ്ലോക്കിൻ്റെയും നോൺ മെറ്റാലിക് ക്യാരക്ടറുള്ള പി ബ്ലോക്കിൻ്റെയും ഇടയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ബ്ലോക്കാണ് ഡി, ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ്സ് നെയിം ഈസ് ട്രാൻസിഷൻ, ബിക്കോസ് ദർ ഇസ് എ ക്യാരക്ടർ ട്രാൻസിഷൻ ഫ്രം മെറ്റാലിക് ടു നോൺ മെറ്റാലിക്. അതുകൊണ്ട് ഈ ബ്ലോക്കിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. പക്ഷേ എല്ലാ ആളുകളും ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ല. അപ്പം ഡി ബ്ലോക്കിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. പക്ഷേ എല്ലാ ഡി ബ്ലോക്കും ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ല. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ട്രാൻസിഷൻ എലമെൻ്റ് എന്ന് ഡി ബ്ലോക്കിനെ വിളിക്കാൻ ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമുണ്ട്.
ഒന്നുകൂടെ പറയുവാണ്, ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ, അതായത് ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് എസിൻ്റെയും പിയുടെയും ഇടയിൽ കിടക്കുന്ന ബ്ലോക്കാണ്. അതുകൊണ്ടാണ് അയാളുടെ പേര് ട്രാൻസിഷൻ എന്നായത്. പക്ഷേ ഇവർ പറയുവാണ് എല്ലാ ഡി ബ്ലോക്കിനെയും നിങ്ങൾക്ക് ട്രാൻസിഷൻ എന്ന് വിളിക്കാനുള്ള അധികാരമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഡി ബ്ലോക്ക് എലമെൻറ്റിനെ ട്രാൻസിഷൻ എലമെൻ്റ് എന്ന് വിളിക്കണമെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പെനൽറ്റിമേറ്റ് ഡി സബ്ഷെൽ ഒരിക്കലും നിറയാൻ പാടില്ല. അതായത് n-1 ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺ ഒരിക്കലും വരാൻ പാടില്ല. n-1 ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺ വരാൻ പാടില്ല. അപ്പം നിങ്ങൾ ആദ്യത്തെ ഡി ബ്ലോക്കിലെ ആദ്യത്തെ സീരീസ് നോക്കിക്കോണേ. അതിൽ ആദ്യത്തെ എലമെൻറ്റ് സ്കാൻഡിയം, അറ്റോമിക് നമ്പർ 21, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്, അറ്റോമിക് നമ്പർ 30. ഇവിടെ കോൺഫിഗറേഷൻ ഏതാ? 4s2 3d1 ആൻഡ് ഹിയർ ദി കോൺഫിഗറേഷൻ ഈസ് 4s2 3d10 അല്ലേ? 3d10 നോക്കിക്കോണം. ഇവിടെ സ്കാൻഡിയം 3d1 3d2 3d3 അങ്ങനെ പോയി ഇവിടം വരെ 3d9 ഒക്കെ വരും. പക്ഷെ സിങ്കിൻ്റെ വന്നപ്പോൾ 3d10 ആയി. നോക്കിയേ, ഇത് n ആണ്, ഇത് n-1 ആണ്. ഇവിടെ 3dയിൽ 10 ഇലക്ട്രോൺ ആയി. സിങ്കിൻ്റെ തൊട്ട്, ഇത് സിങ്കിൻ്റെ കഥയാണ്. സിങ്കിൻ്റെ തൊട്ട് താഴെയുള്ള കാഡ്മിയം 4d10 ആണ്. കാഡ്മിയത്തിൻ്റെ തൊട്ട് താഴെയുള്ള മെർക്കുറി 5d10 ആണ്. ദേ ഇവരുടെ എല്ലാം പെനൽറ്റിമേറ്റ് സബ്ഷെല്ല്, പെനൽറ്റിമേറ്റ് ഡി സബ്ഷെല്ല് നിറഞ്ഞായിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇത് ഗ്രൂപ്പ് നമ്പർ 3 അല്ലേ? ദിസ് ഇസ് ഗ്രൂപ്പ് നമ്പർ 3 ആൻഡ് ദിസ് ഇസ് ഗ്രൂപ്പ് നമ്പർ 12. 12th ഗ്രൂപ്പിലുള്ള സിങ്കിനെയോ കാഡ്മിയത്തിനെയോ മെർക്കുറിയോ നമ്മൾ ട്രാൻസിഷൻ എലമെൻ്റ് എന്നൊരിക്കലും വിളിക്കില്ല. കാരണം അവരുടെ പെനൽറ്റിമേറ്റ് ഡി സബ്ഷെല്ല് നിറഞ്ഞാണ് ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു വിഷയമുണ്ട്. അപ്പം സിങ്ക്, കാഡ്മിയം, മെർക്കുറിയെ നിങ്ങൾ എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എന്ന് വിളിക്കാത്തത്? അവർക്ക് പെനൽറ്റിമേറ്റ് ഡി നിറഞ്ഞായിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ വിഷയമുണ്ട്. തൊട്ട് മുമ്പിലുള്ള കോപ്പർ അറ്റോമിക് നമ്പർ 29 ആണ്. സോ കോപ്പർ അറ്റോമിക് നമ്പർ 29 കോൺഫിഗറേഷൻ 4s2 3d9 ഇങ്ങനെയായിരുന്നു വരണ്ടേ. പക്ഷെ നിങ്ങൾക്കറിയാം കോപ്പർ ഈസ് ആൻ എക്സെപ്ഷണൽ കേസ്. ഇവിടെ കോൺഫിഗറേഷൻ ഏത് വരും? 4s1 3d10. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് ഇലക്ട്രോൺ ചാടാൻ കാരണം എന്നാ? ഈ രണ്ടുപേരുടെ എനർജി ഗ്യാപ്പ് കുറവായതുകൊണ്ട്. ഇത് 4s1 3d10 വന്നു. അങ്ങനെയാണെങ്കിൽ കോപ്പറിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റില്ല? ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം അയാളുടെ ഡി എന്ന് പറയുന്നത് നിറഞ്ഞിരിക്കുക. പക്ഷേ കോപ്പർ എന്ന് പറയുന്നത് ട്രാൻസിഷൻ എലമെന്റുകളായിട്ടുള്ള ബാക്കിയുള്ളവർ കാണിക്കുന്നത് പോലത്തെ പ്രോപ്പർട്ടീസ് കാണിക്കും. അതായത് കോപ്പറിന് നമ്മൾക്ക് ഇപ്പം പറഞ്ഞിരിക്കുന്ന ഈ ഡെഫിനിഷൻ അനുസരിച്ച് നിങ്ങൾക്ക് കോപ്പറിനെ ട്രാൻസിഷൻ എന്ന് വിളിക്കാനുള്ള അർഹതയില്ല. പക്ഷേ കോപ്പർ എന്ന് പറയുന്നത് ബാക്കിയുള്ള ട്രാൻസിഷൻ എലമെന്റുകളെ പോലെ പെരുമാറുന്നുമുണ്ട്. അപ്പം നമ്മൾ ഈ കൊണ്ടുവന്ന റൂളിന് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷന് ഒരു റിലാക്സേഷൻ കൊടുക്കുവാണ്. അതായത് നമ്മൾ ഈ റൂൾ ഒന്ന് തിരുത്തി പറയുവാണ്. നിങ്ങളുടെ പെനൽറ്റിമേറ്റ് ഡി സബ്ഷെല്ല് കംപ്ലീറ്റ് ആയിട്ട് നിറയണം. ഒന്നില്ലെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പം, കാരണം സിങ്ക് ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ നിറഞ്ഞായിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ, അതായത് ഒന്നില്ലെങ്കിൽ ഇവരുടെ ഫ്രീ ആയിട്ടിരിക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റിലോ n-1 d 10 സബ്ഷെൽ നിറയരുത്. നോക്കിയേ, കോപ്പറിന് 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്, Cu+ഉം Cu2+ഉം. Cu+ന്റെ പേര് കുപ്രസ്, ഇതിൻ്റെ പേര് കുപ്രിക്. നമ്മൾ ചെറിയ സ്റ്റേറ്റിനെ OUS എന്നും വലിയ സ്റ്റേറ്റുകളെ IC എന്നും NDR നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അല്ലേ? Fe2+ഉം Fe3+ഉം. ഇത് ചെറിയ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫെറസ്, വലിയ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫെറിക് എന്ന് പറയുന്ന പോലെ ഇത് കുപ്രസും കുപ്രിക്കും. പറഞ്ഞ് ഒരു ഇലക്ട്രോൺ പോകണം. എവിടെ നിന്നാണ് പോകുന്നത്? ഡിയിൽ നിന്നാണോ എസ്സിൽ നിന്നാണോ? അവസാനത്തെ ഇലക്ട്രോൺ ഡിയിലാണ്, പക്ഷേ ആദ്യം ഇറങ്ങിപ്പോകുന്ന എസ്സിൽ നിന്നല്ലേ. ഇപ്പം Cu+ന്റെ കോൺഫിഗറേഷൻ പറ. 4s0 3d10. Cu2+ഓ 4s0 3d9. നോക്കി, കോപ്പറിന് 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. അതിൽ ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഡി നിറഞ്ഞാണോ ഇരിക്കുന്നത്? അല്ല. അതുകൊണ്ട് കോപ്പറിനെ എന്ത് വിളിക്കാം? ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കാം. അതായത് ഒരാളെ ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കണമെങ്കിൽ അയാൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴോ ഏതെങ്കിലും ഓക്സിഡേഷൻ സ്റ്റേറ്റിലോ n-1 d10 കോൺഫിഗറേഷൻ വരാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ സിങ്കിന് ആകെയുള്ള സ്റ്റേറ്റ് +2 ആണ്. അപ്പോൾ സിങ്കിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 30 ആണ്. കോൺഫിഗറേഷൻ 4s2 3d10 ആണ്. സിങ്ക് 2+ ആണ് ആകെയുള്ള ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അങ്ങനെ എഴുതുമ്പോൾ 4s0 3d10 എന്ന് വന്നു. നോക്കിയേ, ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഡി നിറഞ്ഞായിരിക്കുന്നത്,
ഓക്സിഡേഷൻ സ്റ്റേറ്റിലും ഡി നിറഞ്ഞായിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് സിങ്കിനെ എന്ത് വിളിക്കാൻ പറ്റില്ല? ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ സിങ്ക്, കാഡ്മിയം, മെർക്കുറിയുടെ താഴെ ഒരു എലമെന്റും കൂടെ ഉണ്ട്, കോപ്പർനീഷ്യം. അത് ഏറ്റവും അവസാനത്തെ സീരീസ് റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ അയാളും കൂടെ കൂട്ടി പറയുവാണ്. സിങ്ക്, cadmium, mercury and copernicium are not considered as transition elements because they have filled n-1 d10 configuration in its free state and in its oxidation state. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ 12ാമത്തെ ഗ്രൂപ്പിനെ എന്തെന്ന് വിളിക്കില്ല? ട്രാൻസിഷൻ എലമെന്റ്സ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു നിങ്ങളുടെ ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ പറ. ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പ് മുതൽ ഏത് ഗ്രൂപ്പ് വരെ? ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെ. ഇനി ട്രാൻസിഷൻ എലമെന്റ്സോ? ട്രാൻസിഷൻ എലമെന്റ്സ് ഗ്രൂപ്പ് നമ്പർ പറ. ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 11 വരെ. ഗ്രൂപ്പ് 12 excluded from transition elements. Group 12 excluded from transition elements. So this is a very important concepts of D block. So that is the electronic configuration. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ 40 എലമെന്റുകളുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് കാണിച്ചു തരാം. അത് നെക്സ്റ്റ് വീഡിയോയിൽ. സോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചൊരു കോൺസെപ്റ്റ് ആയെന്ന് വിചാരിക്കുന്നു. ഡി ബ്ലോക്കിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന രീതി അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 40 എലമെന്റുകളുടെ എഴുതുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിൽ ഒരു കാര്യം ഇവിടെ കംപ്ലീറ്റ് ആക്കാതെ വെച്ചിട്ടുണ്ട്. ഏതാണ്? n-1 ns2 n-1 d1 to 10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഒരു ഡി ബ്ലോക്ക് എലമെന്റിന്റെ കോൺഫിഗറേഷൻ ആയിട്ട് നമ്മൾ എഴുതി. ബട്ട് ദിസ് ഇസ് നോട്ട് കറക്റ്റ് അല്ലേ? ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട്. ഈ എക്സെപ്ഷൻസുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.